തിരുവനന്തപുരം മാറുവാനിയോസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന RSS പരിശീലനത്തിൽ പ്രതിഷേധവുമായി SFI. കഴിഞ്ഞ ദിവസമാണ് കോളേജ് ഗ്രൗണ്ടിൽ RSS പരിശീലനം നടത്തിയത്. വിവരങ്ങളുമായി മാനസ മനോജ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. മാനസ, ഇത് കോളേജ് അധികൃതരുടെ അനുമതി ഇല്ലാതെയാണ് RSS ഈ പരിശീലനം നടത്തിയെന്ന് പറയാനാകുമോ? എന്താണ് നടന്ന കാര്യങ്ങൾ? ഇപ്പോൾ SFI വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉന്നയിച്ചിട്ടുണ്ട്. തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ സംഭവം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു പരിശീലനം നടത്തിയതിന്റെ വീഡിയോ നമുക്ക് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ മാസം, അതായത് അവധി നൽകിയതിന് പിന്നാലെ തന്നെ സ്കൂളിനും കോളേജിനും അവധി നൽകിയതിന് പിന്നാലെ തന്നെ ഈ മാസം 18 മുതലാണ് ഇത്തരത്തിൽ RSSന്റെ പരിശീലന ക്യാമ്പ് അവിടെ നടക്കുന്നത് എന്നതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഇത്തരത്തിൽ മാർ ഇവാനിയോസ് കോളേജ് ഉണ്ട്, അതുപോലെ മറ്റ് സ്കൂളുണ്ട് തുടങ്ങിയ മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ നിലകൊള്ളുന്ന ഒരു ഏരിയ കൂടിയാണ്. അത് മാത്രമല്ല വിദ്യാലയ ഗ്രൗണ്ട് കൂടിയാണ്. ഈ ഒരു ഗ്രൗണ്ടാണ് ഇത്തരത്തിൽ RSSന്റെ പ്രവർത്തികൾ അല്ലെങ്കിൽ RSSന്റെ ഈ ഗ്രൗണ്ട് കോളേജിന്റെ അധീനതയിലുള്ളതാണ്. അവിടെ ഇത്തരത്തിലുള്ള പരിശീലനം നടക്കുമ്പോൾ സ്വാഭാവികമായി അനുമതി വാങ്ങുമല്ലോ. കോളേജ് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങളോ മറുപടികളോ വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാന വസ്തുത. മാത്രമല്ല ഇത്തരത്തിൽ SFI ഉൾപ്പെടെ ഉള്ള സംഘടനകൾ രംഗത്ത് വരുമ്പോൾ SFIയും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കോളേജ് അധികൃതരോട് വിശദാംശങ്ങൾ തേടിയിരുന്നു. പക്ഷേ കൃത്യമായ ഒരു വിവരം നൽകിയിട്ടില്ല എന്നതാണ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു കോളേജ് ഗ്രൗണ്ട് ഈ ഒരു ആയുധ പരിശീലനത്തിന് വിട്ടു നൽകുമ്പോൾ അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ വിട്ടു നൽകിയ നടപടി തീർത്തും വർഗീയതയും അക്രമവാഴ്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിനാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ SFI പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ കണ്ട ഈ ആയുധ പരിശീലനം അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികൃതർ ഉടനടി നടത്തണമെന്നും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. അതായത് ഇപ്പോൾ ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ലെന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? അവരൊന്നും പറഞ്ഞിട്ടില്ല, ഈ പരിശീലനത്തെക്കുറിച്ച് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞൊഴിയാൻ കഴിയുകയില്ല. കാരണം ആ പരിശീലനത്തിൽ നിരവധി ആളുകൾ 100-ലേറെ പേർ അധികം അവിടെ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നടക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ അറിയിച്ചിട്ട് തന്നെയാണ്. കാരണം ക്ഷേത്രങ്ങളിലടക്കം ഇവർ RSS പരിശീലനം നടത്തുന്നു, ആയുധ പരിശീലനം നടത്തുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കലാലയങ്ങളിൽ അനുമതി കൊടുക്കാറുമില്ല. ഇവിടെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത്. അനുമതി നൽകാതെ എന്തായാലും RSSന് അവിടെ ക്യാമ്പും അതോടൊപ്പം തന്നെ പരിശീലനവും നടത്താൻ സാധ്യമല്ല എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായത്. കാരണം സുരക്ഷയും കാര്യങ്ങളൊക്കെയും തന്നെയുണ്ട്. അനുമതി തേടിയെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ അനുമതി നൽകിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷെ അത് എന്തടിസ്ഥാനത്തിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി വ്യക്തമാകേണ്ടത്. ഇക്കാര്യത്തിൽ ഇതുവരെ മാനസയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ RSSന്റെ പരിശീലനം പ്രതിഷേധവുമായി SFI.